ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ വെക്കുന്ന ചെമ്മീൻ കറിയിൽ നിന്നും വ്യത്യാസമായിട്ടുണ്ടാക്കുന്ന ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട ഇവിടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് 3 സബോളയും 1 കുടം വെളുത്തുള്ളിയും 3 കഷ്ണം ഇഞ്ചിയും എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. മിക്സിയിലാണെങ്കിൽ ഓരോന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു പാത്രം ചൂടാക്കി ഓയിൽ ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സബോള എല്ലാം നന്നായി വഴന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം മാറി വന്നാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ 2 വലിയ തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞാൽ അതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയിൽ 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തതിന് ശേഷം അടിച്ചെടുത്തതാണിത്. ഈ തേങ്ങാപ്പാൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം തേങ്ങാപ്പാലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചെമ്മീനും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്കറിയാലോ ചെമ്മീന് പെട്ടെന്ന് വെന്ത് കിട്ടുന്നു. പക്ഷെ നമുക്ക് വെന്താൽ മാത്രം പോരാ, ആ ഗ്രേവിയിലെ ഉപ്പും അരിവും പുളിയൊക്കെ നല്ല പോലെ ചെമ്മീനിൽ പിടിക്കണം. ചെമ്മീനൊക്കെ വെന്ത് ചെമ്മീൻ്റെ എല്ലാ ഫ്ലേവറും ഗ്രേവിയിൽ തേങ്ങാപ്പാൽ വെറ്റിച്ചെടുത്ത ആ ഫ്ലേവറും ഉപ്പും പുളിയും ഒക്കെ ചെമ്മീനിൽ നന്നായി പിടിച്ചാൽ കുറച്ച് കറിവേപ്പില ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ പഴുത്ത പുളി വളരെ കുറച്ചോ ചേർത്ത് കൊടുക്കാം. ഞാൻ പുളി ചേർത്തില്ല, അല്ലാണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.